നമസ്കാരം. ഗാലറി ഓഫ് നാച്ചുറിന്റെ എഡ്യൂക്കേഷണൽ ഇൻഫർമേഷൻ സെഗ്മെന്റിൽ കേരളത്തിലെ BSc നഴ്സിംഗിൽ വിവിധ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് അഡ്മിഷൻ എങ്ങനെ ഉറപ്പാക്കാം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ആദ്യമേ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ കുറച്ച് കോളേജുകൾ കൂടി LBSൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ആ കോളേജിന് അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാവിധ അംഗീകാരങ്ങളും ഉണ്ടോ എന്നത് നിങ്ങൾ ചെക്ക് ചെയ്ത് ഉറപ്പാക്കേണ്ടതാണ്. അങ്ങനെ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. കേരളത്തിലെ INC അംഗീകാരമുള്ള കോളേജുകളുടെ ലിസ്റ്റ് അടുത്ത വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. LBSലെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓഗസ്റ്റ് 15-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള സമയം കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഫസ്റ്റ് അലോട്ട്മെന്റിന് ഏതൊക്കെ കോളേജ് ഓപ്ഷനായി കൊടുത്തിട്ടുണ്ടോ അത് തന്നെയാണ് സെക്കൻഡും തേർഡും അലോട്ട്മെന്റിനു വേണ്ടി പരിഗണിക്കുന്നത്. അല്ലാതെ 2-3 അലോട്ട്മെന്റുകളിൽ പുതിയ കോളേജ് ആഡ് ചെയ്യാനുള്ള സംവിധാനം LBSൽ ഇല്ല. സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോളേജ് റീ അറേഞ്ച്മെന്റ് ചെയ്യാനും ആഡ് ചെയ്ത കോളേജ് ഒഴിവാക്കാനും മാത്രമേ സാധിക്കുള്ളൂ. ഇനി നിങ്ങൾ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. കേരളത്തിൽ BSc നഴ്സിംഗിന് ആകെ വരുന്ന സീറ്റുകൾ എത്ര എന്നത് വളരെ വിശദമായി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് കാണാത്തവർ ഒന്ന് കാണുക. ആകെ കോളേജുകളുടെയും സീറ്റുകളുടെയും ലിസ്റ്റ് LBSന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ BSc നഴ്സിംഗിന് നോക്കുമ്പോൾ മൊത്തം 155 കോളേജുകളാണ് ഉള്ളത്. അതിൽ 14 നഴ്സിംഗ് കോളേജുകളാണ് ഗവൺമെന്റിൻ്റേത് വരുന്നത്. ആ 14 കോളേജുകളിലായി 1090 സീറ്റ് മാത്രമാണ് കേരളത്തിൽ ഗവൺമെന്റിൽ നഴ്സിംഗിനുള്ളത്. മലബാർ ക്യാൻസർ സെന്ററിന്റെ 40 സീറ്റും SIMET അഥവാ സിമെറ്റിൽ 11 കോളേജുകളിലായി 660 സീറ്റും CPASൽ 9 കോളേജുകളിലായി 410 സീറ്റും CAPE അഥവാ കോർപ്പറേറ്റ് അക്കാദമിയുടെ കീഴിൽ 50 സീറ്റും പിന്നെ വരുന്ന 14 ജില്ലകളിലെയും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലായി 7065 സീറ്റുമാണ് വരുന്നത്. അങ്ങനെ കേരളത്തിൽ മുകളിൽ പറഞ്ഞതെല്ലാം ചേർത്ത് 155 കോളേജുകളിലായി 9315 സീറ്റുകളാണ് BSc നഴ്സിംഗിന് ആകെ വരുന്നത്. ഈ വരുന്ന ടോട്ടൽ 9315 സീറ്റുകളും LBS വഴിയല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കാരണം PMC MAC, AMCS FNCK, CPAS എന്നീ അലോട്ട്മെന്റുകൾ വേറെയാണ്. PMC MAC അലോട്ട്മെന്റിൽ NRI സീറ്റ് ഉൾപ്പെടെ വരുന്ന 1405 സീറ്റും അതുപോലെ AMCS FNCKയിൽ വരുന്ന ഏകദേശം 1100 സീറ്റും ചേർന്ന് ആകെ മാനേജ്മെന്റ് സീറ്റ് കോട്ടയിൽ NRI സീറ്റ് ഉൾപ്പെടെ വരുന്ന 3703 സീറ്റ് പോകുമ്പോൾ പിന്നെ LBS വഴി അഡ്മിഷൻ എടുക്കാവുന്ന കേരളത്തിലെ ടോട്ടൽ BSc നഴ്സിംഗ് സീറ്റ് വെറും 5612 മാത്രമാണ്. ഈ 5612 സീറ്റിൽ ഗവൺമെന്റ് കോളേജുകളുടെ സീറ്റ് എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ 1090 സീറ്റുകൾ മാത്രമാണ്. ഇനി ഈ 5612 സീറ്റ് എടുക്കുന്നവർ അതിൽ സ്റ്റേറ്റ് മെറിറ്റ്, സംവരണം ഇതൊക്കെ വരുന്നുണ്ട്. അത് ഏതൊക്കെയെന്നുകൂടി പറയാം. സ്റ്റേറ്റ് മെറിറ്റ് 60%, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് 30%, SC ST 10% എന്നിങ്ങനെയാണ് വരുന്നത്. ഓരോന്നും വിശദമായി പറഞ്ഞാൽ SM അഥവാ സ്റ്റേറ്റ് മെറിറ്റ് 60%. അപ്പോൾ 5612 സീറ്റിൽ 60% വരുമ്പോൾ 3367 സീറ്റ് വരും. അടുത്തത് EZ അഥവാ ഈഴവ 9%, 505 സീറ്റ് വരും. MU അഥവാ മുസ്ലിം 8%, 448 സീറ്റ്. BH അഥവാ അതർ ബാക്ക്വേർഡ് ഹിന്ദു 3%. അപ്പോൾ അതിൽ 5612 സീറ്റിൽ 3% നോക്കുമ്പോൾ 168 സീറ്റാണ് വരുന്നത്. അടുത്തത് LC അഥവാ ലാറ്റിൻ കത്തോലിക് 3%, 168 സീറ്റ്. DV അഥവാ ധീവര ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് 2%, 112 സീറ്റ്. അടുത്ത് VK അഥവാ വിശ്വകർമ്മ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് 2%, 112 സീറ്റ്. KN അഥവാ കുശവ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് 1%, അതായത് 56 സീറ്റ്. BX അഥവാ അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 1%, 56 സീറ്റ്. KU അഥവാ കുടുംബി 1%, 56 സീറ്റ്. SC അഥവാ ഷെഡ്യൂൾഡ് കാസ്റ്റ്
8%, 448 സീറ്റ്. അടുത്തത് ST അഥവാ ഷെഡ്യൂൾഡ് ട്രൈബ്സ് 2%, 112 സീറ്റ് എന്നിങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് ലഭിച്ച റാങ്ക് എത്രയാണെന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ എത്ര കോളേജാണോ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അതിനെ സാധ്യത നോക്കി റീഅറേഞ്ച് ചെയ്യുക. 15-ാം തീയതി വൈകിട്ട് 5 മണിക്കുള്ളിൽ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യുന്നതിനെ അനുസരിച്ചായിരിക്കും 3ാമത്തെ അലോട്ട്മെന്റിൽ വരുന്നത്. ഒരുപാട് റാങ്കുള്ള കുട്ടികൾ ഗവൺമെന്റ് കോളേജ് കൊടുക്കാതെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ 10,000-ന് മുകളിൽ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കുള്ളവർ കേരളത്തിൽ BSc നഴ്സിംഗിൽ പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കാതെ മറ്റൊരു സെക്കൻഡ് ഓപ്ഷൻ നോക്കി വയ്ക്കുക. മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുക. കേരളത്തിൽ LBS, PMC MEC, AMCS, FNCK തുടങ്ങിയ വഴിയെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന സീറ്റ് മെറിറ്റ് സീറ്റ് തന്നെയാണ്. മാനേജ്മെന്റ് സീറ്റ് എന്ന പേരിൽ കേരളത്തിൽ ഡയറക്റ്റ് പോയി സീറ്റ് എടുക്കാൻ സാധിക്കുന്നതല്ല എന്ന് തന്നെ പറയാം. ഇനി NRI സീറ്റ്. നിലവിൽ നിങ്ങൾക്ക് NRI സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെന്റ്സ് പ്രോപ്പറായി അപ്ലോഡ് ചെയ്താൽ മാത്രമേ NRI സീറ്റിലും അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. ഇനി അടുത്തത്, അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ എല്ലാവരും പ്രോസ്പെക്ടസിൽ പറയുന്ന ടോക്കൺ ഫീസ് അടയ്ക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ സീറ്റ് കിട്ടാതെ വരും. ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയെങ്കിൽ നിങ്ങൾ ആദ്യം പോയി ടോക്കൺ ഫീസ് അടയ്ക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ കോളേജ് സെലക്ഷൻ റീഅറേഞ്ച് ചെയ്ത് സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടാത്തവരും നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് കിട്ടാൻ സാധ്യതയുള്ള കോളേജുകൾ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്തായാലും അലോട്ട്മെന്റിൽ കിട്ടിയാലുടൻ പോയി ടോക്കൺ ഫീസ് അടച്ച് അഡ്മിഷൻ എടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ 10,000-ന് മുകളിൽ റാങ്ക് വരുന്നവർ മറ്റൊരു ഓപ്ഷൻ കാണുക. BSc നഴ്സിംഗ് തന്നെ പഠിക്കണം എന്നുള്ളവർ മറ്റ് സംസ്ഥാനങ്ങളിൽ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. കേരളത്തിൽ BSc നഴ്സിംഗ് പഠിച്ചാലേ കൂടുതൽ വാല്യൂ ഉള്ളൂ എന്നൊന്നുമില്ല. എല്ലാ അംഗീകാരവും അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ള ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലെ നഴ്സിംഗ് കോളേജിൽ പഠിച്ചാലും അതിന് വിലയുണ്ട് എന്നതും എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.